തുടർ നടപടികളിലേക്ക് എങ്ങനെയാണ് പോകുന്നതിനെ വൈദ്യപരിശോധന ഉൾപ്പെടെ മറ്റ് നടപടികളിലേക്ക് കൊണ്ടുപോകണം, കോടതിയിൽ ഹാജരാക്കണം. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് ഏതായാലും ഉള്ളത്. ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഉടൻ തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഏതായാലും ഉള്ളത്. നിലവിൽ ഏതായാലും ഇവിടെ ഒരുപാട് ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സുരക്ഷ കൂടെ കണക്കിലെടുത്ത് കൂടുതൽ പോലീസുകാരൊക്കെ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. വളരെ ജനരോക്ഷം നിലനിൽക്കുന്ന ഒരു കേസ് കൂടിയാണിത്. കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾ അറിയുന്നില്ല, പോലീസിന്റെ ഒരു വാഹനമില്ല, വളരെ സ്വകാര്യ വാഹനത്തിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. അതീവ രഹസ്യത്തോടെയാണ് പോലീസ് ഈ അന്വേഷണം നടത്തിയിരിക്കുന്നത്. പ്രൈവറ്റ് വാഹനത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നത് ഉൾപ്പെടെ ഒരു വിവരം പോലും ആർക്കും ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് കൂടെ പറയുന്നു. ഉടൻ തന്നെ ഒരുപക്ഷെ കോടതിയിലേക്ക് ഹാജരാക്കാൻ കൂടെ കൊണ്ടുപോയി. ഇപ്പോഴത്തെ അറിവ് പ്രകാരം രാവിലെ 10:11 കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പത്രമാധ്യമങ്ങൾ അറിയില്ല, ആരും അറിയില്ല. ഇത്ര കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിനകത്ത് പത്രമാധ്യമങ്ങൾ അറിയിക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇതിന് കൃത്യമായി മറുപടി അറിയില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് സ്റ്റേഷനാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാരും തന്നെ അതിന് മറുപടി പറയുന്നില്ല. സ്വകാര്യ വാഹനത്തിൽ ഒരു പ്രതിയെ കൊണ്ടുവരികയാണ് അതീവ രഹസ്യമായി. സാധാരണ ഇവിടെ ബീച്ച് ഹോസ്പിറ്റലിലോ മെഡിക്കൽ കോളേജിലോ ആണ് നമ്മൾ മെഡിക്കൽ നടത്തേണ്ടത്. അപ്പോൾ ആ മെഡിക്കൽ ഒന്നും നടത്താതെ, ആരും കാണാതെ അവരെ ഞാൻ മനസ്സിലാക്കുന്ന കൊയിലാണ്ടി ഹോസ്പിറ്റലാണ് മെഡിക്കൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കുന്നമംഗലം കോടതിയിൽ ഡയറക്റ്റ് ഹാജരാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പത്രമാധ്യമങ്ങളൊന്നും അറിയിക്കാതെ രഹസ്യമായി പ്രൈവറ്റ് വണ്ടിയിൽ ഇത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത് പ്രതിയെ രക്ഷപ്പെടാനുള്ള പോലീസിന്റെ ഗൂഢാലോചനയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അല്ല, ഇത് രഹസ്യമാണല്ലോ. നിങ്ങൾ അറിഞ്ഞോ? പത്രമാധ്യമങ്ങൾ അറിഞ്ഞോ? ആരും അറിയില്ല. 10 മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി സാധാരണ നേരം പോലീസ് സ്വന്തം ഈ കേസ് രജിസ്റ്റർ ചെയ്ത സ്റ്റേഷനിൽ ഹാജരാക്കണം. അവിടെ ഹാജരാക്കുന്നില്ല. ഇവിടെ നമ്മൾ സാധാരണ ബീച്ച് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ നടത്തേണ്ടത്. ആ മെഡിക്കൽ നടത്തുന്നില്ല. അപ്പോൾ വരുന്ന വഴി തന്നെ സ്വകാര്യ വാഹനത്തിൽ അവരെ കൊണ്ടുവരുന്നു. ആരും അറിയാതെ അവരെ രഹസ്യമായി അവിടെ ഒരു മെഡിക്കലിന് ഹാജരാക്കുന്നു. ഇപ്പം മനസ്സിലാക്കുന്നത് നേരെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ പഴുതുകളും ഉണ്ടാക്കി കൊടുത്ത് അതീവ രഹസ്യമായി ഇത് കൈകാര്യം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗൂഢാലോചനയാണ്. പോലീസ് ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തുടക്കം മുതലേ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. തീർച്ചയായും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണെങ്കിൽ അതിശക്തമായ പ്രതിഷേധം പോലീസ് കാണേണ്ടി വരും. കാരണം അതീവ രഹസ്യമായി സ്വകാര്യ വാഹനത്തിൽ വരെ കൊണ്ടുവരുന്നു. പത്രമാധ്യമങ്ങൾ അറിയിക്കുന്നില്ല. ഇവിടുത്തെ CI ഫോൺ എടുക്കുന്നില്ല, SI ഫോൺ എടുക്കുന്നില്ല, ആരും ഫോൺ എടുക്കുന്നില്ല. അവരെ ആരും അറിയാതെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുക്കുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നേരെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുന്നു. അത് പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള പോലീസിന് അതിരഹസ്യമായി, എന്തിനകത്ത് രഹസ്യമായി വെക്കേണ്ട ആവശ്യം? പത്രമാധ്യമങ്ങൾ അറിയിക്കാതെ, ഇവിടുത്തെ ജനങ്ങൾ അറിയിക്കാതെ കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിനകത്ത് അധികം രഹസ്യമായി ഇത്ര നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ട് സ്വകാര്യ വാഹനത്തിൽ പോയി അറസ്റ്റ് ചെയ്യേണ്ട? അതാണ് ഞങ്ങൾക്ക് അറിയുന്നത്. പോലീസ് എന്തിന് ഈ സ്വകാര്യ വാഹനത്തിൽ പോകുന്നു? പോലീസിന് സ്വന്തമായ വാഹനം ഉണ്ടല്ലോ. പോലീസ് ആരും അറിയിക്കുന്നില്ല, പത്രമാധ്യമങ്ങൾ അറിയിക്കുന്നില്ല. ഇവിടെ ഈ സ്റ്റേഷനിലാണല്ലോ കേസ് രക്ഷപ്പെട്ടത്. ഇവിടെ പോലും അവരെ കൊണ്ടുവരില്ല എന്ന് പറയുമ്പോൾ ഇത് പോലീസ് ഇവരെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇവർക്ക് ഒതുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. പ്രതിഷേധം നമ്മൾ ഇതിനും വലിയ എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്റ്റേഷനിലൊക്കെ പത്രമാധ്യമങ്ങൾ അറിയിക്കാറില്ലേ? സ്വന്തം സ്റ്റേഷനിൽ ഹാജരാക്കാറില്ലേ? ഇവിടെ മെഡിക്കൽ നടത്തുന്നത് ബീച്ച് ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിൽ. അപ്പൊ അവിടെ ഒന്നും നടത്താതെ ഇവരെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് മെഡിക്കൽ അത് സ്വകാര്യ വാഹനത്തിൽ? ഒളിവിൽ പോയത് മുതൽ എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ്. അല്ല, ഞാൻ പറയല്ലേ, ഇതിൽ തുടക്കം മുതലേ മെഡിക്കൽ കോളേജ് പോലീസ് ഇവരെ സഹായിക്കുന്ന നിലപാടെടുത്തത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ്, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് അവര് മൊഴിയെടുക്കാൻ പോലും വന്നിട്ടുള്ളത്. ഇപ്പം സ്വകാര്യ വാഹനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്യുക, അവരെ സ്റ്റേഷനിൽ ഹാജരാക്കുന്നില്ല, അവരെ കൊയിലാണ്ടി ആരും കാണാതെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ മെഡിക്കൽ നടത്തുന്നു. അപ്പോൾ ഇതിന് ഇത്രയൊക്കെ ചെയ്യാൻ പോലീസ് ആരാണ്? ഇവരെന്ത് VIP ആണോ അവർ? അപ്പോൾ പത്രമാധ്യമങ്ങളൊന്നും അറിയിക്കാതെ ഇത് രഹസ്യമായി നടത്തുമ്പോൾ ഇവരെ രക്ഷപ്പെടാനുള്ള പഴുത് പോലീസ് ഒരുക്കുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾ വിളിച്ചു നോക്കൂ, ആരും ഫോൺ എടുക്കുന്നില്ല. CI ഫോൺ എടുക്കുന്നില്ല, SI ഫോൺ എടുക്കുന്നില്ല. കൊലപാതക കുറ്റത്തിന്, പ്രേരണ കുറ്റത്തിന് കേസ് എടുത്തിട്ടുള്ളത് തീർച്ചയായും തുടക്കം മുതലേ വീഴ്ചയാണല്ലോ. കാരണം 8:30 മണിക്ക് ഈ ആത്മഹത്യ നടന്നുവെന്ന് പോലീസിനെ അറിയിക്കുന്നു. പോലീസ് 9 മണിക്കായിരുന്നു. പക്ഷേ മാസ്റ്ററിൽ 10:30 മണിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം അവർ പറഞ്ഞത് ഇത് അസ്വാഭാവിക മരണമാണെന്ന് പുറത്ത് എഴുതി തള്ളി. വീണ്ടും ശക്തമായ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് പ്രേരണ കുറ്റത്തിന് കേസെടുത്തത്. അതിനുശേഷം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ വളരെ രഹസ്യമാക്കി വെക്കുന്നു. പ്രൈവറ്റ് വണ്ടിയിലാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ഇവരെ മെഡിക്കൽ ഹാജരാക്കേണ്ടത് മൊഴി രേഖപ്പെടുത്തിയത് മുതൽ പ്രതിക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് BJP പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്.